നിങ്ങൾ എന്തൊക്കെ വാദമാണോ ഉയർത്തിയത് അതിന്റെ നേർവിപരീതമായ കാര്യങ്ങൾ ഉന്നയിക്കുന്ന കക്ഷികളെയാണ് ഇപ്പോൾ സഖ്യത്തിൽ കിട്ടിയിരിക്കുന്നത്. ജാതി സെൻസസ് എന്ന വിഷയം ബിജെപിക്ക് താല്പര്യമുള്ള കാര്യമല്ല, അത് നടപ്പാക്കണം എന്ന് തന്നെയാണ് JDU ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് UCCയുടെ കാര്യവും. ഈ ജാതി സെൻസസിന്റെ ആവശ്യം നായിഡു മുന്നിട്ട് വെക്കുന്നുണ്ട്. മാത്രമല്ല മുസ്ലിങ്ങൾക്ക് 4% സംവരണം പുനഃസ്ഥാപിക്കും എന്നുള്ള വാഗ്ദാനമാണ് അദ്ദേഹത്തിന്റെ നാടിന് നൽകിയിട്ടുള്ളത്. അപ്പോൾ അത് നടപ്പാക്കേണ്ടി വരും. അപ്പോൾ എല്ലായിടത്തും മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നു എന്നുള്ള പ്രചാരണമാണ് ഇവിടെ BJP നടത്തിയിരുന്നത്, മോദി നടത്തിയിരുന്നത്. അപ്പോൾ നിങ്ങൾ പ്രചാരണത്തിൽ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് പിന്നാക്കം പോകേണ്ടി വരും. പ്രതിപക്ഷ മുന്നണി അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ ഏറ്റുപറയുന്ന സഖ്യകക്ഷികൾ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്തിരിക്കുന്നു. എങ്ങനെ ഭരിക്കും ജയസൂര്യ? നമ്മൾ നരേന്ദ്രമോദിയെ കാണാൻ തുടങ്ങിയത് ഗുജറാത്ത് മുഖ്യമന്ത്രി സ്ഥാനത്തും ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനത്തും വന്നതിന് ശേഷം മാത്രമായിരിക്കാം. പക്ഷേ ഞങ്ങൾ നരേന്ദ്രമോദിയെ കാണാൻ അതിനു മുമ്പേ അവസരം കിട്ടിയവരാണ്. അതായത് നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി ഒരു RSS പ്രചാരകൻ ആയി ആരാലും അറിയപ്പെടാതെ വളരെ സാധാരണമായ ഏറ്റവും താഴ്ന്ന ജീവിത നിലവാരത്തിൽ നിന്ന് പ്രവർത്തന പദ്ധതികളിലൂടെ ഭാരതം മുഴുവൻ സഞ്ചരിച്ചുകൊണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും സഞ്ചരിച്ച് അന്നൊന്നും അദ്ദേഹം അറിയപ്പെടുന്നില്ല. കാരണം അന്നൊന്നും അദ്ദേഹം പ്രശസ്തനല്ല, മുഖ്യമന്ത്രിയല്ല, പ്രധാനമന്ത്രിയല്ല. അങ്ങനെ ഭാരതം മുഴുവൻ സഞ്ചരിച്ച് ഇവിടുത്തെ ജനപദങ്ങളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും സംഘടനകളുടെയും പ്രവർത്തനങ്ങളെ സവിസ്തരം മനസ്സിലാക്കിയതിന് ശേഷമാണ് അദ്ദേഹം ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നത്. വളരെയേറെ വെല്ലുവിളികളിലൂടെയാണ് ഗുജറാത്ത് മുഖ്യമന്ത്രി സ്ഥാനത്ത് അദ്ദേഹം തുടർന്നത് എന്ന് നമുക്കറിയാം. അതിനുശേഷമാണ് അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തും പ്രധാനമന്ത്രി സ്ഥാനത്തും ഇരുന്ന കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിന് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് കൊണ്ട് ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയെ നയിക്കേണ്ടി വന്നിട്ടില്ല. അങ്ങനെ ഒരു അനുഭവം അദ്ദേഹത്തിനില്ല. എന്നാൽ ഒരു RSS പ്രചാരകൻ എന്നുള്ള നിലയിൽ ഈ രാജ്യത്തിൻ്റെ ഓരോ സ്പന്ദനങ്ങളെയും കൈകാര്യം ചെയ്തുകൊണ്ട് പതിറ്റാണ്ടുകൾ അദ്ദേഹം ഈ ഭാരതം മുഴുവൻ സഞ്ചരിച്ച് ഇത് മുഴുവൻ പഠിച്ച വ്യക്തിയായതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയിൽ ഏറ്റവും കരുത്തന്മാരായിട്ടുള്ള 2 ഘടക കക്ഷികൾ, യാതൊരു വിധത്തിലും പ്രവചിക്കാൻ കഴിയാത്ത സ്വഭാവമുള്ള 2 നേതാക്കന്മാർ, അവരുടെ അതിവിചിത്രമായ നിലപാടുകൾ, കർശനവും കാഠിന്യവുമുള്ള ഡിമാൻഡുകൾ, ഇതിനെയൊക്കെ അദ്ദേഹത്തിന് വളരെ സൗമ്യമായി കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്ന് തന്നെയാണ് നരേന്ദ്രമോദിയെ രാഷ്ട്രീയക്കാരനാകുന്നതിന് മുമ്പേ അറിയാവുന്നതുകൊണ്ട് കഴിവുള്ള നേതാവെന്ന് താങ്കൾ പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ താങ്കൾ ആവർത്തിച്ച് RSS എന്ന് പറഞ്ഞതുകൊണ്ട് ഇനി RSSന്റെ ആവശ്യമില്ല BJPക്ക് വളരാൻ എന്ന് പറഞ്ഞത് JP നഡ്ഡയാണ്. അത് നഡ്ഡയുടെ മാത്രം വാചകമായി ആയിട്ടല്ലല്ലോ കാണേണ്ടത്. അതായത് പുറത്തുനിന്ന് നോക്കുന്ന ആർക്കും ഇത് മനസ്സിലാവില്ല. അതാണ് ഞങ്ങളുടെ വിജയം. അതായത് RSS BJP എന്ന് പറയുന്നത് രണ്ടല്ല എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാണ് നരേന്ദ്രമോദി RSS പ്രചാരകനാണ് എന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞത്. അപ്പോൾ ഇത് രണ്ടും രണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം ഒരു കാലത്തും നടന്നിട്ടുമില്ല, ഇനിയൊട്ടും നടക്കാനും പോകുന്നില്ല, നടന്നാലൊട്ട് വിജയിക്കാനും പോകുന്നില്ല. കാരണം 100 വർഷമായി തുടർച്ചയായി നിലനിൽക്കുന്ന RSS ഇന്ന് വരെ പിളർന്നിട്ടില്ല. 75 വർഷമായി നിൽക്കുന്ന BJP, ആദ്യകാലത്ത് അതിന് ജനസംഘം എന്നായിരുന്നു പേര്. ആ ജനസംഘം മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രം എടുത്താൽ ഏതാണ്ട് 75 വർഷമായിട്ട് ഇന്ന് വരെ പിളർന്നിട്ടില്ല. മറ്റ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മറ്റു പാർട്ടികൾ അങ്ങനെയല്ല. അവരനുനിമിഷം അതുകൊണ്ട് അല്ല, നഡ്ഡ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് ഇവിടുത്തെ വ്യാഖ്യാനം മാത്രമാണ്. നദ്ദ പറഞ്ഞതിൻ്റെ അർത്ഥം RSSൻ്റെതായിട്ടുള്ള എല്ലാ സപ്പോർട്ടുകളോടും കൂടി മാത്രമേ BJPക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ള അവസ്ഥയിൽ നിന്ന് BJP വളരെയേറെ വളർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം RSSൻ്റെ സപ്പോർട്ട് വേണ്ട എന്നല്ല, സപ്പോർട്ട് ഉണ്ടാവുകയില്ല എന്നല്ല, നിഷേധിക്കുന്നതുമല്ല. കാരണം ഈ നദ്ദ RSS ആണ്, നരേന്ദ്രമോദി RSS ആണ്, ഇവരെല്ലാം തന്നെ RSS ആണ്. പിന്നെ എന്താണ് RSSന്റെ സഹായം ഇല്ല എന്ന് പറയുന്നത്? നദ്ദയ്ക്ക് സ്വയം പറയാൻ പറ്റുമോ എനിക്ക് എൻ്റെ സഹായം വേണ്ട എന്ന് പറയുന്നതിന് തുല്യമാണ് എനിക്ക് RSSന്റെ സഹായം വേണ്ട എന്ന് പറയുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.